നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അയോധ്യ നീറ്റ് വോട്ടർ പട്ടിക ക്രമക്കേടുകൾ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വിഷയങ്ങൾക്ക് ഒരു കുറവുമില്ല. എന്നാൽ ആ വിഷയങ്ങളെ രാഷ്ട്രീയമായി ഏറ്റെടുത്ത് ദേശീയ തലത്തിൽ പ്രക്ഷോഭമാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ഇന്ത്യ സഖ്യം ഇന്ന് അനാഥമായ അവസ്ഥയിൽ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എവിടെയാണ്? രാജ്യത്താണോ വിദേശത്താണോ? 360 എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാൻ BJP എതിരാളികളോട് പോലും തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ സഖ്യത്തെ ഒരുമിച്ച് നിർത്താനോ ജനങ്ങളുടെ മുന്നിലുള്ള വിഷയങ്ങളെ ദേശീയ ചർച്ചയാക്കി മാറ്റാനോ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. ഡൽഹിയിൽ രാഹുലിനെ കാണാനില്ല എന്ന പോസ്റ്ററുകൾ വരെ പ്രത്യക്ഷപ്പെട്ടിട്ടും എക്സിലെ പ്രതികരണങ്ങൾക്കപ്പുറം ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ കാണുന്നില്ല. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ അവസരങ്ങളേറെയുണ്ടായിട്ടും അവയെ ഏകോപിതമായ രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റുന്നതിൽ ഇന്ത്യ സഖ്യം പിന്നിലാകുന്നുവെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ദേശീയ പ്രക്ഷോഭമാക്കേണ്ട സമയത്ത് എക്സിലെ പോസ്റ്റുകളും പ്രസ്താവനകളും മാത്രം മതിയോ? ഇന്ത്യ സഖ്യത്തെ ഒരുമിച്ച് നിർത്താനും കേന്ദ്ര സർക്കാരിനെ ഫലപ്രദമായി വെല്ലുവിളിക്കാനും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം പര്യാപ്തമാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ദേശീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കേണ്ട ഈ സമയത്ത് രാഹുൽ ഗാന്ധി എവിടെയാണ് എന്ന പോസ്റ്ററുകൾ പോലും ഡൽഹിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷവും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് കൃത്യമായ ഒരു വിശദീകരണവുമില്ല. എക്സിലെ പോസ്റ്റുകൾ മാത്രമാണ് ഉള്ളത്. ഇന്നലെയും അദ്ദേഹം എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു. മണിപ്പൂരിൻ്റെ പേരിൽ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നതാണ്. പക്ഷേ BJP നേതാക്കൾ ഇപ്പോൾ തുടർച്ചയായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. രാഹുൽ അവസാനമായി പങ്കെടുത്തത് ജൂൺ 17-നാണ് ഒരു പൊതുസമ്മേളനത്തിൽ. അതിനുശേഷം 15 ദിവസമായിട്ടും രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിലും പങ്കാളിയല്ല. ഡോക്ടർ G. ഗോപകുമാർ, ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ മോഹൻ വർഗീസ് എന്നിവർ ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, പ്രതിപക്ഷ നേതാവ് ഈ പ്രക്ഷോഭങ്ങളുടെ എല്ലാം നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്ന നിർബന്ധമുണ്ടോ? പല പാർട്ടികളും പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനെ പക്ഷേ ഇപ്പോൾ ഡൽഹിയിലെ ഈ പോസ്റ്ററുകൾ വിമർശന വിധേയമായിട്ട് കാണുകയാണ്. രാഹുൽ ഗാന്ധി എവിടെ എന്നുള്ള പോസ്റ്ററുകൾ അത് BJPയുടെ സൃഷ്ടിയായിരിക്കില്ലേ? അതൊരു പക്ഷേ BJPയുടെ സൃഷ്ടിയായിരിക്കാം. പക്ഷേ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ പാർലമെന്റ് അദ്ദേഹം വിസിബിൾ അല്ല എന്നതാണ് എപ്പോഴും. ലീഡർ ഓഫ് പര്യടൻ എന്നാണ് ഇപ്പോൾ BJP വിമർശിക്കുന്നത്. പര്യടനങ്ങളുടെ രാജകുമാരൻ എന്ന രീതിയിലാണോ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ്? യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ലൈവ് വയറായി നിൽക്കേണ്ടത് ഒരു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ അദ്ദേഹം ചില സമയത്ത് ഹൈപ്പർ ആക്റ്റീവാണ്. ഭാരത് ജോഡോ യാത്രയൊക്കെ മുന്നിൽ നിന്ന് നയിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു അനുകൂല സാഹചര്യമുണ്ട്. അതിൻ്റെ കൂടി ഫലത്തിലാണ് 2024 തിരഞ്ഞെടുപ്പിൽ സാമാന്യം മെച്ചപ്പെട്ട വിജയം നേടാൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഒരു പാൻ ഇന്ത്യ ഇമേജ് കൂടെ കൊണ്ടാണ്. പക്ഷേ അത് കൺസിസ്റ്റൻ്റായി ആ ഇമേജ് അല്ലെങ്കിൽ തുടർച്ചയായി താൻ ജനങ്ങളുടെ മുന്നിൽ അവൈലബിളാണ് എന്ന ആ ഒരു ഇമേജ് നിലനിർത്താൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നതാണ്. ഇപ്പം ഇവിടെ ചില സമയത്ത് എ പേഴ്സൺ ബിക്കംസ് ഇൻകമ്മ്യൂണിക്കേറ്റോ. അദ്ദേഹം എവിടെയാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർക്കറിയില്ല, പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ മറ്റ് അംഗങ്ങൾക്കറിയില്ല. അപ്പം ഇവിടെ ചില നിബന്ധനകളുണ്ടല്ലോ. ഒരു പാർലമെൻറ്റ് അംഗം വിദേശത്തേക്കാണ് പോകുന്നത്. പാർലമെൻറ്റ് ഇല്ലാത്ത സമയത്ത് അവർക്ക് സഞ്ചരിക്കാം. പക്ഷേ വിദേശത്തേക്ക് പോകുമ്പോൾ ചില അറിയിപ്പുകൾ ഉണ്ടാകണം. ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണം എന്നതൊരു വ്യവസ്ഥാപരമായ ഒരു കാര്യമല്ലേ? അത് മാത്രമല്ല ഉണ്ടാവാം ആരാണ് അദ്ദേഹത്തെ ഹോസ്റ്റ് ചെയ്യുന്നത്? ഇതൊക്കെ സ്വാഭാവികമായി നിയമപരമായി അതറിയണമെന്ന് നമുക്കില്ല എങ്കിൽ പോലും ധാർമ്മികതയുടെ പേരിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, ഷാഡോ ക്യാബിനറ്റിൻ്റെ തലവനാണ്, നാളെ ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ട ആളാണ്. അങ്ങനെ ഒരാൾ ഏത് രാജ്യത്താണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, അദ്ദേഹത്തെ ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണ്? സ്വാഭാവികമല്ലേ BJP അദ്ദേഹത്തെക്കുറിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ ചിലതൊക്കെ സത്യമാണ്, ചിലതൊക്കെ ഊതിപ്പെരുപ്പിച്ച കണക്കുമാണ്. ഏതാണ്ട് കഴിഞ്ഞ 22 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 54 പ്രാവശ്യമാണ് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകുന്നത്. പെർഫെക്റ്റ്ലി ഫൈൻ. ദാറ്റ് ഈസ് വെരി മച്ച് വിത്തിൻ ഹിസ് റൈറ്റ് ടു ട്രാവൽ എബ്രോഡ്. പക്ഷേ അതിന് 60 കോടി രൂപ ചിലവാകുന്നു എന്നാണ് BJPയുടെ ആരോപണം. അത് BJPയുടെ ആരോപണമാണ്.
അതിന് അറിയപ്പെടുന്ന സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഒരു വർഷം ശരാശരി 1 കോടി രൂപയോളം. പ്രധാനമന്ത്രി പോകുന്നില്ലേ എന്ന് തിരിച്ചുള്ള ചോദ്യമാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പോഴും ചില കോൺഗ്രസ് നേതാക്കൾ എക്സിലൊക്കെ പോസ്റ്റ് ഇടുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. സ്റ്റേറ്റ് വിസിറ്റ് ആണ്, സ്റ്റേറ്റ് ഫണ്ടിംഗ് ആണ്, അതിന് ചെലവുകൾ ഹോസ്റ്റ് കൺട്രി എടുക്കും. പ്രതിപക്ഷ നേതാവിനെ ഒരു രാജ്യം ഹോസ്റ്റ് ചെയ്യുന്നു എങ്കിൽ ക്യാബിനറ്റ് റാങ്കുള്ള ആളാണോ എന്ന് ഓർക്കണം. ഇന്ത്യയിൽ ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ്. ഒരു പ്രതിപക്ഷത്തെ ഒരു നേതാവ് അവിടെ പോകുമ്പോൾ ഒരു രാജ്യം ഹോസ്റ്റ് ചെയ്യുന്നു എങ്കിൽ അത് ഔപചാരികമായ വിസിറ്റാണ്. രാഹുൽ ഗാന്ധിയുടെ പല വിസിറ്റിനും ഒരു അനൗപചാരിക വ്യക്തിപരമായ ഒരു കളറാണുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഈ സംശയങ്ങൾ മാത്രമാണ് സംശയങ്ങൾ ഉണ്ടാകുന്നത്. മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടോ ഇതിന് പിന്നിൽ? അപ്പോൾ രാജ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആണോ? അതുകൊണ്ടാണ് കുറച്ചുകൂടി സുതാര്യത വേണം എന്ന പൊതു ചിന്ത ഉള്ളത്. അതുകൊണ്ടാണ്. അതുമാത്രമല്ല, അദ്ദേഹം പോയ ഒരു സമയം നോക്കൂ. ഏറ്റവും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. ഉത്തർപ്രദേശിൽ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി ആരോപണം, അഴിമതിയല്ല, ഈ പണം എംബിസൽ ചെയ്യുന്ന ഒരു ആരോപണമാണ്. അത് ഹുണ്ടിയിൽ നിന്നും അല്ലെങ്കിൽ ഖജനാവിൽ നിന്നും അല്ലെങ്കിൽ കാണിക്കവഞ്ചിയിൽ നിന്നും പണം എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നവർ അത് വഴിയിൽ അത് മാറ്റിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ തീരെ ചില്ലറ കാര്യമല്ലത്. 7 കോടിയുടെ ആരോപണമാണ് വന്നിരിക്കുന്നത്. അതിനേക്കാൾ വളരെ കൂടുതലായിരിക്കാം യഥാർത്ഥ ഫിഗേഴ്സ്. ഇത് പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ദ ലോക്സഭ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് ഉണ്ടാവേണ്ടത്? നീറ്റുമായി ബന്ധപ്പെട്ട വിവാദം അത് കൊടുമ്പിരി കൊണ്ട് നടക്കുമ്പോൾ, കോക്രോച്ചുകൾ ആടിത്തമർക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ പ്രതികരണം വളരെ ദുർബലമായിരുന്നു. ഇവിടൊക്കെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരു വിഷയമൊക്കെ എടുത്ത്, ജൻസിയുടെ വിഷയം കൂടിയാണ്, ആ വിഷയമെടുത്ത് ആളിക്കത്തിക്കാൻ ലഭിക്കുന്ന ഒന്നാന്തരം അവസരങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന ന്യായമായ ചോദ്യം ഉയരുന്നു. അതിന് ഉത്തരവില്ല, കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവില്ല. ഇപ്പോൾ തന്നെ അയോധ്യയിലേക്ക് വിട്ടിരിക്കുന്ന ആരാണ്? അജയ് റായിയാണ് അയോധ്യയിലേക്ക് വിട്ടിരിക്കുന്നത്. അതുപോലെ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ അതിന് കോൺഗ്രസിന് അതിന് ഒരു അജണ്ട ഉണ്ടാവുമല്ലോ, പ്രാദേശികമായ സ്വാധീനമുള്ളതിനാൽ അല്ലേ? അല്ല, അത് തരില്ല. കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് അയോധ്യയിലേക്ക് വിടേണ്ടത്, ആരാണ് അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത്. പക്ഷേ ഇന്ത്യക്ക് റിലേറ്റ് ചെയ്യാവുന്ന വിസിബിൾ ഓപ്പോസിഷൻ പ്ലേസ് ആരാണ്, ഫേസ് ആരാണ്? അത് രാഹുൽ ഗാന്ധിയല്ലേ. നമ്പർ 1 ഫേസ് ഇൻ ഇന്ത്യ ഓൺ ബിഹാഫ് ഓഫ് ദ ഓപ്പോസിഷൻ. അത് മറ്റാരുമല്ല, അത് അജയ് റായ് ഒരിക്കലും ഈ രാഹുൽ ഗാന്ധിക്ക് ബദലാവുന്നില്ല. അപ്പം രാഹുൽ ഗാന്ധി പറയണം, ആ ലെവലിൽ പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയണം. ഇന്ത്യ നീഡ്സ് ടു ഹിയർ തിങ്സ് ഫ്രം ദി ഹോഴ്സസ് മൗത്ത്. ഇന്ത്യ റിക്വയർസ് എ ജെനുവിൻ ഓപ്പോസിഷൻ, ശക്തമായ ഭരണപക്ഷത്തെയും ശക്തമായ പ്രതിപക്ഷത്തെയും. ഡോക്ടർ ജി ഗോപകുമാർ, രാഹുൽ ഗാന്ധിയുടെ അഭാവം ഇപ്പോൾ ഈ സമരങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസിന് തടസ്സമാകുന്നുണ്ടോ? ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യവും പറയാം. ഇന്ത്യ സഖ്യത്തിനും ഈ ഫലത്തിൽ നേതൃത്വം വഹിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണല്ലോ. അതിനൊരു ഏകോപിതമായ ഒരു നേതാവില്ല എന്ന് പറഞ്ഞാലും ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി തന്നെയാണ്. ഇതിപ്പോൾ രാഹുലിൻ്റെ അഭാവം അങ്ങനെ പ്രകടമാകുന്നുണ്ടോ രാജ്യത്ത്? ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. നമ്മുടെ ഒരു പാർലമെന്ററി ജനാധിപത്യമാണ്. പാർലമെന്ററി ജനാധിപത്യത്തിലെ ജീവവായു എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. അതിൽ തന്നെ ഏറ്റവും മർമ്മസ്ഥാനത്ത് നിൽക്കുന്ന 2 ഘടകങ്ങൾ എന്ന് പറയുന്നത് ഭരണകക്ഷിയും അഥവാ ഗവൺമെന്റും, മറുവശത്ത് പ്രതിപക്ഷവും അതിൻ്റെ നേതാവുമാണ്. ആ നിലയ്ക്ക് രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് ജനമുന്നേറ്റമുണ്ടാക്കി കൂടുതൽ ശക്തി ആർജിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കേണ്ടത് 365 ദിവസത്തെയും ചുമതലയാണ്. ഒരു നിമിഷം പോലും പ്രതിപക്ഷ നേതാവിന് ദേശീയ രാഷ്ട്രീയം വിട്ടുകൊണ്ടൊരു കളിയില്ല. മറ്റൊരു മേഖലയിൽ വിദേശനയമായി പോകുന്നുണ്ടെങ്കിൽ പോലും അത് രാജ്യത്തെ ജനങ്ങളും രാഷ്ട്രീയ സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാവരും അറിയുന്ന രീതിയിൽ സുതാര്യമായിട്ടാണ് പോകേണ്ടത്. ഇപ്പൊ രാജ്യത്ത് ഉണ്ടായാൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗവൺമെന്റിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാം. വാസ്തവത്തിൽ വീഴ്ചയായിട്ട് ഇപ്പോൾ അയോധ്യ സംഭവം മാത്രമേ ഉള്ളൂ, പക്ഷെ അത് പ്രധാന സംഭവം തന്നെയാണ്. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ വളരെയധികം അസംഘടിതരാണ്. ഇന്ത്യ മുന്നണിയാണെന്നൊക്കെ മഞ്ജുഷ പറഞ്ഞെങ്കിലും അത് എത്രത്തോളം വൈരുദ്ധ്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, പശ്ചിമ ബംഗാളിലും സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ കേരളം ഒഴികെ മറ്റെവിടെയാണ് കോൺഗ്രസിന് എവിടെയെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാക്കാൻ കഴിഞ്ഞത്? തമിഴ്നാട്ടിൽ പോലും DMK മുന്നണി പരാജയപ്പെട്ട മുന്നണിയിൽ നിന്ന് ചാടിയ 4-5 പേര് ഈ
വിജയ് ജോസഫിന്റെ കൂടെ പോയി ഭരണത്തിന്റെ ഭാഗമായി എന്നല്ലാതെ ആകെ എല്ലായിടവും സമ്പൂർണ്ണ പരാജയമാണ്. അത് മാത്രമല്ല, പ്രതിപക്ഷ കക്ഷികൾ ദുർബലപ്പെട്ടിരിക്കുന്നു. EMC അപ്രത്യക്ഷമായിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷമേ ഇല്ലാത്തൊരു സ്ഥിതിയിൽ അവിടുത്തെ ഏറ്റവും നിർണായകമായ വിജയം നേടിയത് BJPക്ക് ഒരുപാട് നേട്ടമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും മാനങ്ങളുണ്ട്. പ്രാദേശിക പാർട്ടികൾ അപ്രസക്തമാകുന്നു. ദേശീയ പാർട്ടിയായ ഏറ്റവും ശക്തമായ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസിന്റെ നേതൃത്വം ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ഭരണ മുന്നണിക്ക് വലിയ നേട്ടമുണ്ടാകത്തേ ഉള്ളൂ. അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ ആലോചിക്കുന്ന പഴയ കാലത്ത് ഞങ്ങളൊക്കെ അരനൂറ്റാണ്ട് മുമ്പ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പ്രധാനമന്ത്രിയുടെ ദുർബലതയും ശക്തിയും ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പ്രതിപക്ഷ നേതാവിനും, അതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ ശക്തിയും ദുർബലതയും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് പ്രധാനമന്ത്രിക്കുമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തുല്യ സ്ഥാനമാണുള്ളത്. അതുകൊണ്ടാണ് ക്യാബിനറ്റ് റാങ്ക് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ചർച്ചകളും പൊതുസമൂഹത്തിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും അതിനെ സംഘടിപ്പിക്കാനും മൊബിലൈസ് ചെയ്യാനും ഒക്കെ പ്രതിപക്ഷ നേതാവും നേതൃത്വവും ആവശ്യമാണ്. ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അസംഘടിതരാണ്. പല തട്ടുകളിലായി പോയിരിക്കും. ആശയപരമായ യോജിപ്പില്ല. ആശയപരമായ ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം കൊണ്ടുവരാനുള്ള സാഹചര്യമില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഗവൺമെന്റിന്റെ ചെയ്തികൾ ചോദ്യം ചെയ്യാൻ തീർച്ചയായിട്ടും പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കണം. അതിന്റെ നേതൃത്വവും ശക്തമാകണം. നേതാവും സ്ഥലത്ത് വേണം. രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം പലപ്പോഴും ഇതിനു മുമ്പ് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് എവിടെ പോകുന്നു എന്നുള്ളത് സ്വന്തം പാർട്ടിയിലെ ആൾക്കാർക്കെങ്കിലും അറിയണമല്ലോ. അതുപോരാ, തീർച്ചയായിട്ടും പൊതുസമൂഹം തന്നെ അറിയണം. അങ്ങനെ അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അത് വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മൊറേലിനെ, ആത്മവീര്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരി, അത് ദൗർഭാഗ്യകരമായ ഒരു സംഭവം കൂടിയാണ്. അത് മാത്രമല്ല, ഇന്ന് ഈ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രതിനിധി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് ഔദ്യോഗികമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ അറിയിച്ചത് ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ വേണോ എന്നുള്ളതാണ്. കാരണം താങ്കൾ പറഞ്ഞത് ശരിയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് പോലും രാഹുൽ ഗാന്ധി എവിടെ എന്ന കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കൃത്യമായില്ല. ശ്രീ മോഹൻ വർഗീസ്, താങ്കളൊരു റിസർച്ച് തന്നെ നടത്തി കാണൂല്ലേ? നോക്കിയപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊന്നും കിട്ടാനില്ല. എവിടെയാണ് എന്ന്, ഏത് രാജ്യത്താണ്, എവിടെയോ കണ്ടു, സൈഷ്യൽസിൽ ആണ് എന്ന മട്ടിൽ കണ്ടു. അറിയില്ല എവിടെയാണ്. ആധികാരികമായ സോഴ്സ് ഒന്നുമല്ല. എവിടെയാണെന്ന് അറിയാത്ത രീതിയിൽ ഇരുട്ടിൽ തപ്പുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ജനത്തിന് ഇതൊക്കെ ഒരു നിയമപരമായി നമ്മളതിനെ നോക്കിയിട്ട് കാര്യമില്ല. ഇതിനൊരു ഔചിത്യ ബോധമാണ്. പ്രതിപക്ഷ നേതാവിന് ഒന്നും മറയ്ക്കാനില്ല. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് എന്ന് പറയാൻ കഴിയുന്നിടത്താണ് ജനഹൃദയങ്ങളിൽ പ്രതിപക്ഷ നേതാവ് കടന്നു വരിക. അല്ലാതെ ഇതൊരു ജോലിയായി കണ്ടുകൊണ്ട് ഞാൻ ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്യുന്നു, അടുത്ത 2 ദിവസം ചില്ലൗട്ടാണ് എന്ന് പറയാവുന്നൊരു തരം ജോലിയല്ല പ്രതിപക്ഷ നേതാവിൻ്റേത്. ഒരു രാഷ്ട്രീയക്കാരൻ്റെയും ജോലി അങ്ങനെയല്ല. അത് ജോലിയുമല്ല, ഇത് പൊതുജന സേവനമാണ്. അപ്പോൾ എല്ലാം തന്നെ സുതാര്യമായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ സുതാര്യമായിരിക്കണം, യാത്രാപഥങ്ങൾ സുതാര്യമായിരിക്കണം, എല്ലാം തന്നെ. അതൊന്നും പാലിക്കാൻ എനിക്ക് തോന്നുന്നത് ഒരു വെസ്റ്റേൺ DNA ഒരു പങ്ക് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് മാതൃപരമായി കിട്ടിയ, അത് സോണിയാഗാന്ധിയിലൂടെ ലഭിച്ച ഒരു വെസ്റ്റേൺ കൾച്ചറിൻ്റെ ഭാഗമല്ലേ. യു വർക്ക് ലൈക്ക് എ ഹോഴ്സ് ഫോർ എ വീക്ക്, അത് കഴിഞ്ഞ് 2-3 ദിവസം അവധി എടുക്കുക, അല്ലെങ്കിൽ 1 മാസം ജോലി ചെയ്തിട്ട് കുറച്ച് ദിവസം അവധി എടുക്കുക. ഇങ്ങനെ ഒരു മോഡിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാനാവില്ല. അത് ഒരു രാഷ്ട്രീയക്കാരനും അങ്ങനെയല്ല. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയക്കാരനും, നരേന്ദ്രമോദി 365 ദിവസം ജോലി ചെയ്യുന്നയാളാണ്. അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുന്നതായി നമുക്കറിയില്ല. പ്രധാനമന്ത്രി കസേരയിൽ ഒരു ദിവസം പോലും അദ്ദേഹം അവധി എടുത്തതായി എൻ്റെ അറിവിലില്ല. ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രധാനമന്ത്രി ഉള്ളപ്പോൾ, അദ്ദേഹം നയങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഉള്ളപ്പോൾ പ്രതിപക്ഷ നേതാവിൽ നിന്നും അതേ രീതിയിലുള്ള ഒരു ആർജവം ഇന്ത്യയിലെ ജനത പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് മഞ്ജുഷ് വാസ്തവം. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇപ്പോൾ വലിയൊരു പ്രക്ഷോഭം നടത്തിയിട്ടും കാര്യമില്ല എന്ന ചിന്ത പ്രതിപക്ഷത്തിനുള്ളതുപോലെ അങ്ങനെ ഒരു വ്യാഖ്യാനം വരികയാണ് രാഹുൽ ഗാന്ധിയുടെ അഭാവം. പക്ഷേ രാഹുൽ ഗാന്ധി ഇല്ല എന്ന് വെച്ച് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ടോ? മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടല്ലോ. ഇപ്പോൾ UP-യിൽ തന്നെ സമാജ്വാദി പാർട്ടിയുണ്ട് മുൻനിരയിൽ. ഇങ്ങനെ രാഹുലിൻ്റെ അഭാവം പ്രകടമാകുന്നുണ്ടോ? നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ തോന്നുമെന്നല്ലാതെ. അല്ല, രാഹുൽ ഗാന്ധിയുടെ അഭാവം പ്രകടമാകുന്നത് തന്നെയുണ്ട്. ഇവിടെ നീറ്റ് വിഷയം, അയോധ്യ വിഷയം, ഇതുപോലെയുള്ള പല വിഷയങ്ങളും കൊടുമ്പിരി കൊള്ളുമ്പോൾ രാഹുൽ ഗാന്ധി ഈ ട്വിറ്ററിലും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ ഒഴിച്ചാൽ, അദ്ദേഹം കോട്ടയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ അതിനപ്പുറം അദ്ദേഹം നിരന്തരമായിട്ടുള്ള
ഒരു പ്രവർത്തനം നടത്തുന്നില്ല. അത് ജൂൺ 17-ാം തീയതിയാണ് ഈ ജനവികാരം സർക്കാരിനെതിരെ തിരിക്കാൻ പറ്റാത്തത്. ഇവിടെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഈ യുവാക്കളുടെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ അതിനൊരു മാനിഫെസ്റ്റേഷൻ കിട്ടിയത് തന്നെ ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ പരാജയമാണ് എന്നതിൻ്റെ തെളിവാണ്. അതിൽ ഈ യുവാക്കളെയൊക്കെ പലതരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന, ഇൻസ്റ്റാഗ്രാമിൽ കൂടിയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ആ വിഷയത്തിൽ ഉണ്ടായ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ യുവാക്കളുടെ ശബ്ദമായി മാറാൻ കഴിയാത്തതാണ് ഇവിടെ ഒരു പുതിയ പാർട്ടി. അതൊരു പാർട്ടിയാണോ, അതൊരു സാർക്കാസമാണോ, അതെന്താണ്? ഇപ്പോൾ ജന്തർ മന്ദറിൽ പ്രതിഷേധമുണ്ട്, അവിടെ ആൾക്കാർ കുറവാണ്, പക്ഷെ അപ്പോഴും അവർക്കൊരു പ്ലാറ്റ്ഫോമായി വരാൻ കഴിയുകയും ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പുതിയ സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി വരികയും ഇവിടെ ഡിഫാക്റ്റോ ഇവിടെ ശരിക്കുള്ള പ്രതിപക്ഷമായിട്ടുള്ള, അല്ലെങ്കിൽ ആ പ്രതിപക്ഷത്തിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് അത് കഴിയാതിരിക്കുകയും ചെയ്യുന്നത് തന്നെ അതിൽ നിന്ന് തന്നെ കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് വലിയ രീതിയിൽ അദ്ദേഹം വർക്കഹോളിക്കാണ്, എല്ലാം ശരിയാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശരിക്കും വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ കഷ്ടിച്ച് കടന്നുകൂടിയ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അന്ന് അവസാന നിമിഷം നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യത്തിൽ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ, ബീഹാർ തൂത്തുവാരിയിരുന്നെങ്കിൽ, ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെ അതുകൂടാതെ ഉത്തർപ്രദേശിലെ അജിത് സിംഗിൻ്റെ പാർട്ടി ഉൾപ്പെടെ തടുത്തു നിർത്തിയിരുന്നെങ്കിൽ ആ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്ത തവണയും 2029-ലും തിരിച്ചു വരണം എന്ന് വിചാരിക്കുന്ന BJPക്ക് അവർക്ക് 3-2 ഭൂരിപക്ഷത്തിലേക്ക് ഇവിടെ ഭരണഘടന തന്നെ മാറ്റിയാലാണ് ഇനിയിപ്പോൾ നരേന്ദ്രമോദി ചിരഞ്ജീവി അല്ലല്ലോ, ഇനിയിപ്പോൾ അടുത്ത ഒരാൾ വരുമ്പോൾ അയാൾക്ക് ജയിക്കാൻ പറ്റുകയില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് BJPയുടെ ഭരണഘടന മാറ്റി അവിടെ 3-2 ഭൂരിപക്ഷം ഉണ്ടാക്കി ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് തന്നെ ജയിക്കാവുന്ന തരത്തിലുള്ള ഒരു റീകോൺഫിഗറേഷൻ ഇന്ത്യയിലെ പാർലമെൻറ്റ് സീറ്റുകളിൽ നടത്താൻ ഇരിക്കുന്ന ആ ഒരു കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ മിസ്സിംഗ് ഇൻ ആക്ഷൻ ആകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. ഇവിടെ ഓരോ പാർട്ടികളായിട്ട് ചിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ് BJP. ആദ്യം തൃണമൂൽ കോൺഗ്രസിനെ, അതിനു മുൻപ് തന്നെ ആം ആദ്മി പാർട്ടിയെ, ശിവസേനയെ, ഇപ്പോൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാറിന് ഒരു തവണ പിളർത്തിയതാണ് വീണ്ടും പിളർത്തുക, ശിവസേനയും ഇതിനു മുൻപ് ഒന്ന് പിളർത്തിയതാണ് വീണ്ടും പിളർത്തുക. കോൺഗ്രസിനെ തന്നെ ഇവർ അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 99 പേരിൽ 3-2 66 പേരെ അടർത്തിയെടുക്കുക അത്ര എളുപ്പമല്ല. എത്രയും ഈ കോടികൾ എത്ര കൊടുത്താലും, അതായത് ഒരു MP-ക്ക് 50 കോടി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പണം ഇവരുടെ കയ്യിലുണ്ട്. പക്ഷെ ആ പണം കൊടുത്താൽ പോലും 66 പേരെ പിളർത്താൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ മറ്റ് ചെറിയ പാർട്ടികളെ പിളർത്തിക്കൊണ്ട് ഇപ്പോൾ 360-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് BJP. ഇപ്പോൾ തന്നെ 320-ലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 40 പേരെ കൂടെ മതി. അതിൽ DMK-യുടെ പിന്തുണ നിർണായകവുമായി. DMK ഇന്ത്യ സഖ്യത്തിൽ ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത പാർലമെന്റ് സമ്മേളനമാകുമ്പോഴേക്കും DMK വരുതിയിലാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 22 സീറ്റ് കൂടി ആഡ് ചെയ്യപ്പെടുകയാണ്. പിന്നെ ഈ 360 തികച്ചു വേണ്ട. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഹാജരാകുന്നവരുടെ 2/3 ആണല്ലോ വേണ്ടി വരിക. അപ്പോൾ അതിനുള്ള തന്ത്രങ്ങൾ അതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയല്ലേ ശരിക്കും ശ്രീ ആനന്ദ് കൊച്ചുകുടി? തീർച്ചയായും BJP അതിന് തന്നെയാണ് അതിൻ്റെ ടൈമിംഗ് മാത്രമേ ഇനി നമുക്ക് അറിയാൻ ഇരിക്കുന്നതുള്ളൂ. ഉത്തർപ്രദേശിൽ മാത്രമാണ് ഇപ്പോൾ BJPക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അയോധ്യയിലെ വിഷയം ഒരു ചെറിയ വിഷയമല്ല. അവിടെ യോഗി ആദിത്യനാഥ് ഒരു അജയ്യനാണ് എന്ന രീതിയിൽ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ അയോധ്യയിലെ രാമക്ഷേത്ര സംഭാവന തന്നെ മൊത്തം തട്ടിയെടുക്കാനാണ് അവിടെ BJP അനുകൂലമായിട്ടുള്ള ക്ഷേത്രഭരണ ട്രസ്റ്റ് VHP വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് പൊതുജനം അറിയുമ്പോൾ അവിടെ ഇപ്പോൾ തന്നെ അത്യാവശ്യം ശക്തിയുള്ള സമാജ്വാദി പാർട്ടി അതിനെ മറ്റൊരു തരത്തിൽ യോഗി ആദിത്യനാഥിനെതിരെ തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ശരിക്കും BJPക്ക് ഈ കാര്യത്തിൽ എപ്പോഴാണ് അത് സ്ട്രൈക്ക് ചെയ്യുന്നത്? എപ്പോഴാണ്? അടുത്ത ഉത്തർപ്രദേശും പഞ്ചാബും തെരഞ്ഞെടുപ്പിന് ശേഷമാണോ, അതോ അതിനു മുൻപ് DMK-യെ വരുതിയിലാക്കിക്കൊണ്ട് 360-ലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളിടത്താണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെയും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയെയും അതുപോലെ ജഗൻമോഹൻ്റെ പാർട്ടിയെയും, ഇവരെല്ലാവരും പഴയ കോൺഗ്രസ്സുകാരാണ്, ഇവരെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഓരോ ഫാക്ഷനുകളാണ് അവർക്ക് കീഴിലുള്ളത്,
മറ്റ് ഫാക്ഷൻ BJPയുടെ പാളയത്തിൽ എത്തിക്കഴിഞ്ഞു. ആ ഒരു ഫാക്ഷനായിട്ടുള്ള സ്പ്ലിൻഡർ ആയിട്ടുള്ള ആ പാർട്ടികളെയെങ്കിലും കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കോൺഗ്രസിനെ പഴയ കോൺഗ്രസ് ആക്കി മാറ്റുകയാണ് ശരിക്കും രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് വിദേശത്തോ അല്ലെങ്കിൽ വേറെ എവിടെ അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ളത് കൊണ്ട് അദ്ദേഹം ഇതൊന്നും കാണുന്നില്ല. ഇപ്പോൾ നേരത്തെ മഞ്ജുഷി ചോദിച്ചു ആർക്കറിയാം രാഹുൽ ഗാന്ധി എവിടെയുണ്ടെന്ന്. അതിപ്പോൾ KC വേണുഗോപാലിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ KC വേണുഗോപാൽ നമ്മളോടൊന്നും ചോദിച്ചാൽ പറയില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയെ ഇവരെല്ലാം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഇപ്പോഴാണ് ശരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. അതിനു മുൻപ് 10 വർഷം അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാൻ പോലുമുള്ള അംഗസംഖ്യ കോൺഗ്രസിന് ഇല്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പെർച്ച് ഉള്ളപ്പോൾ, ആ ഒരു പൊസിഷൻ ഉള്ളപ്പോൾ, ആ ഒരു പൊസിഷനിൽ നിന്ന് അദ്ദേഹത്തിന് പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ പറ്റുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുമതലകളിൽ നിന്ന് ഒളിച്ചോടുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. കോൺഗ്രസിൻ്റെ പാർട്ടി നേതാക്കളെയൊക്കെ നമുക്ക് വെറുതെ നമുക്ക് അവരോട് സിമ്പതി കാണിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ അയോധ്യ വന്നതുകൊണ്ടാണ് അയോധ്യയിൽ ഈ കോൺഗ്രസിന് അതിനകത്തൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അഡ്വാൻറ്റേജ് കിട്ടുന്നത് അവിടെ BJPക്ക് ഉള്ളിൽ നിന്ന് തന്നെ പ്രശ്നമുണ്ട് അല്ലേ? അതുപോലെ തന്നെ സംഘ് പരിവാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ വിഷയം വെളിയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് അത് നോക്കി നിന്നുകൊണ്ട് തന്നെ ആ വിഷയം ആളിക്കത്തിക്കുന്നതിൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ അജയ് റായിയെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഒരു തന്ത്രമായി കൂടായികയില്ല. ശ്രീ മഞ്ജുഷ്, ഈ കഴിഞ്ഞ 12 വർഷത്തിൽ, അത് മോദി യുഗം 2014 നരേന്ദ്രമോദി യുഗം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കാതലുള്ളൊരു വിഷയം കോൺഗ്രസിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ വീണ് കിട്ടുന്നത്. നോക്കൂ, രാമക്ഷേത്രം ഒരു അച്ചുതണ്ടായിരുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം. BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പില്ലർ തന്നെയായിരുന്നു, അച്ചുതണ്ട് തന്നെയായിരുന്നു രാമക്ഷേത്ര നിർമ്മാണവും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അവിടെ തന്നെയാണ്, തീക്കട്ടയിൽ തന്നെയാണ് ഉറും ഭരിച്ചിരിക്കുന്നത്. അത് തീരെ ലാഘവത്തിലെടുക്കാൻ ആവില്ല. അത് BJPക്ക് നന്നായി അറിയാം. തന്ത്രശാലികളായ BJP നേതാക്കൾക്ക് ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അത് മാത്രമല്ല, അവർ പേടിക്കുന്നത് കോൺഗ്രസിനെ അല്ല. ഇവരാരും കോൺഗ്രസ് അല്ല ഇത് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇതിനകത്ത് ട്രസ്റ്റിനുള്ളിൽ നിന്ന് തന്നെയാണ് ഈ പൂച്ച പുറത്ത് ചാടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറെ ഭയക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ യോഗി ആദിത്യനാഥിൻ്റെ കസേര ദുർബലമായാൽ യഥാർത്ഥത്തിൽ UPയിലെ BJP ഭരണം ഏതെങ്കിലും കാരണവശാൽ അവസാനിച്ചാൽ, നഷ്ടപ്പെട്ടാൽ ഡൽഹിയിലേക്കുള്ള വാതിലാണ് ഉത്തർപ്രദേശ്. എക്കാലത്തും ഉത്തർപ്രദേശ് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി ഡൽഹിയിൽ മേധാവിത്വം പുലർത്തും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു സാധ്യത. അത് മാത്രമല്ല, ഇപ്പം യോഗിയെ തളയ്ക്കാനാവുമോ എന്ന ചിന്ത ചിലരുടെയെങ്കിലും മനസ്സിലുണ്ട്. യോഗി വിചാരിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയുമല്ല. തനിക്ക് ഏതെങ്കിലും കാരണവശാൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒരു നോട്ടമുണ്ടെങ്കിൽ, അവിടെ എത്തിപ്പറ്റണമെങ്കിൽ അവിടെ മോദിയുടെ മനസ്സിൽ ഒരുപക്ഷെ യോഗി ആവണമെന്നില്ല. ഇനി അമിത്ഷാ ആണ് എങ്കിൽ അവിടെ തനിക്കും ചിലത് ഇവിടെ തെളിയിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് BJPക്കുള്ളിൽ തന്നെ മോദിക്ക് ശേഷം ആര് എന്ന ഒരു ചിന്ത കഴിഞ്ഞ 2 വർഷം മുൻപുണ്ടായി. അത് വീണ്ടും ഒരിക്കൽ കൂടെ സർഫസ് ചെയ്ത് വരികയാണ്. രാമക്ഷേത്രത്തിലെ അഴിമതിയൊക്കെ അതിൻ്റെ പശ്ചാത്തലമായി വരികയാണ്. ആ ഒരു അവസരം BJPക്കുള്ളിൽ തന്നെ ഒരു ചെറിയ വിള്ളലെന്ന് പറയാനാവില്ല, ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായെങ്കിൽ മാത്രമേ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ അത് മുതലെടുക്കാൻ കഴിയൂ. അത്ര അന്തരീക്ഷം ഉണ്ടായപ്പോഴാണ് ആലിങ്ക പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറയുന്നത് പോലെ അത്രയും അനുകൂലമായ സാഹചര്യം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിക്കേണ്ട, രാഹുൽ ഗാന്ധി എവിടെ അതാണ് വേണമെങ്കിൽ കോൺഗ്രസ്സുകാരൊക്കെ വളരെ രഹസ്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ അത് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് അയോധ്യ വിഷയമൊക്കെ, ഈ അഴിമതി വിഷയമൊക്കെ പറഞ്ഞാൽ ഇത് രാഹുൽ ഗാന്ധി മറ്റൊരു വിഷയവുമായി ഇറങ്ങിയിട്ടുണ്ട്. SIR പറഞ്ഞിറങ്ങി, അതുപോലെ വോട്ടർ പട്ടിക വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. അതുപോലെ ഒരു മേപ്പടിയാണ് ഇതും എന്ന് പറഞ്ഞുകൊണ്ട് ലാഘവത്തോടുകൂടി BJP അതിനെ തള്ളിക്കളയും. തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു തന്ത്രപരമായ നീക്കം കൂടി ആകാം. അതുകൊണ്ടാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി തൽക്കാലത്തേക്ക് ലീവ് എടുത്ത് അല്ലെങ്കിൽ മാറി നിൽക്കട്ടെ. പക്ഷെ മറ്റു വിഷയങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ പരീക്ഷാ ക്രമക്കേട് അത് നീറ്റിൽ ഒതുക്കാൻ പറ്റുകയില്ലല്ലോ. അത് CBSE വിഷയമൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്
ഈ വിഷയവും ഏറ്റെടുക്കുന്നതിലായിരുന്നു ആർജവം കാട്ടേണ്ടത് കോൺഗ്രസ്. പക്ഷേ അത് ഈ ലീവിൽ പോകുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധി ചെയ്തിരുന്നു അല്ലേ? ജൂൺ 17 മുൻപ് ഈ വിഷയം വന്നിരുന്നു. ഈ വിഷയം ഒരു വിഷയം ശ്രീ മഞ്ജുഷ് അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ വിഷയം അങ്ങനെ ഈ 17-ാം തീയതി വിട്ടുകളയാൻ പറ്റുമോ? ഈ 17-ാം തീയതി രാജസ്ഥാനിലെ കോട്ടായിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വെയർബൌട്ട്സിനെ കുറിച്ച് ആർക്കും അറിയില്ല. KC വേണുഗോപാലിന് തന്നെ അറിയാമോയെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ അറിയില്ല. അറിയാമായിരിക്കും, അവർ തമ്മിലുള്ള ഇരിപ്പോശം നോക്കുമ്പോൾ അറിയാമായിരിക്കണം. അങ്ങനെ അല്ലല്ലോ വേണ്ടത്. ഒരു വിഷയമെടുത്താൽ അത് കടിച്ചു നിൽക്കുകയും അവസാനം വരെ ആ വിഷയത്തിന് ത്രെഡ് നഷ്ടപ്പെടാതെ കൊണ്ടുപോവുകയും ചെയ്ത് പിടിച്ച് കെട്ടുന്നിടത്താണ്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിൻവാങ്ങുന്നിടത്തല്ല വിജയം. വിജയം എന്ന് പറഞ്ഞാൽ നീറ്റ് വിഷയം ഏറ്റെടുത്താൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ചോദിച്ച് വാങ്ങുന്നത് വരെ എനിക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട ആളാണ്. ഇപ്പോൾ ഏതാ നെറ്റ് പരീക്ഷ കുളമായില്ലേ? അവിടെയും ചോദ്യങ്ങളിൽ തെറ്റുകുറ്റങ്ങളുണ്ടായി, തെറ്റായ ചോദ്യങ്ങളുണ്ടായി. അപ്പം നീറ്റ് മാത്രമല്ല, നെറ്റും എല്ലാ വിഷയങ്ങളും, ഹയർ സെക്കൻഡറി പരീക്ഷയും എന്ന് വേണ്ട സകല പരീക്ഷാ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത കളങ്കപ്പെട്ടു. അപ്പം യുവഹൃദയങ്ങളിൽ നാളുകളിലെ പ്രതിപക്ഷത്തെ എങ്ങനെ നമ്മൾ കാണും? യുവജനങ്ങളല്ലേ, വിദ്യാർത്ഥികളല്ലേ, അവരെ ബാധിക്കുന്നൊരു വിഷയത്തിൽ പ്രതിപക്ഷത്തിന് അഭിപ്രായമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്കും പ്രതിപക്ഷത്തിനും മുന്നോട്ട് പോകാനാവുക? അതുകൊണ്ടാണ് പറയുന്നത്, ഈ മിന്നി കത്തുന്നൊരു പ്രതിപക്ഷ നേതാവിനെ അല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഈ ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞത് വളരെ ശരിയാണ്. കഴിഞ്ഞ 2 വർഷം മുൻപ് വരെ അദ്ദേഹം പ്രതിപക്ഷത്തെ ഒരു മുഖമായിരുന്നു, ഒരു MP മാത്രമായിരുന്നു. കോൺഗ്രസിൻ്റെ നേതാവാണ്, കോൺഗ്രസിൻ്റെ AICCയുടെ മുൻ അധ്യക്ഷനാണ്. ഇന്ന് അദ്ദേഹം അതല്ല. ശ്രീ രാഹുൽ ഗാന്ധി ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ്, പ്രതിപക്ഷ നേതാവാണ്. അവിടെ ഔദ്യോഗികമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഔപചാരിക LOP എന്ന് പറയുന്നത് ഔപചാരികമായ ഒരു പ്രതിപക്ഷ ഒരു മുഖമാണ്. അപ്പോൾ 2 വർഷം മുൻപ് വരെ അദ്ദേഹത്തിന് ലീവ് എടുത്ത് മുങ്ങാമായിരുന്നു. ഇപ്പോഴത് എങ്ങനെ നോക്കിയാലും അത് സാധിക്കുന്ന ഒരവസ്ഥയിലല്ല. അപ്പോഴാണ് ഹീ ഈസ് കോൺസ്പിക്യുവസ് ബൈ ഹിസ് ആബ്സെൻസ്. അത് എനിക്ക് എങ്ങനെ നോക്കിയിട്ടും വിശദീകരിക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു സൂചനയല്ലേ? അവർക്ക് അറിയില്ല, അവർക്ക് മറുപടി പറയാനാവില്ല. അവരോട് മഞ്ജുഷ് ചോദിക്കുകയാണ്, ഒരു കോൺഗ്രസ് പ്രതിനിധിയോട് മഞ്ജുഷ് ചോദിക്കുകയാണ്, ഇന്ന് പറയാൻ സാധിക്കും, ഇന്നടത്ത് പോയി എന്ന് പറയാൻ സാധിക്കുമോ? ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ലെന്ന് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഉരുണ്ട് കളിക്കാനല്ലേ പറ്റൂ? അതുകൊണ്ടാണ് ഒരുപാട് പേരെ കോൺഗ്രസ്സുകാരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പരിപാടിയുമായി ശ്രീ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഇറങ്ങുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി ശ്രീ, അതങ്ങനെ ശ്രീ ഡോക്ടർ G വേണുഗോപാൽ, ഇങ്ങനെ ഗൗരവമില്ലാത്ത രീതിയിൽ ഈ വിഷയത്തെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി കാണുന്നത്? താങ്കൾ എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ നേരത്തെയും രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരാറുണ്ട്. അതുമാത്രമല്ല, ചില വീഡിയോ ദൃശ്യങ്ങൾ പോലും ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം വിദേശത്ത് ഉള്ള സ്ഥലങ്ങൾ, അവിടെ നിന്നുള്ള വീഡിയോ ഒക്കെ വന്നിട്ടുള്ളതാണ്. ചിലത് ഫേക്കായിരുന്നു. ഇത് ഇങ്ങനെ ആവർത്തിക്കുന്നത് തടയുവാൻ, അല്ലെങ്കിൽ അത് ഒഴിവാക്കുവാൻ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നില്ല? ഇതിന് വ്യക്തമായിട്ടുള്ള മറുപടി കോൺഗ്രസിന്റെ നേതൃപരമായ ദുർബലതയാണ് ഇതിനെല്ലാം കാരണം. ഈ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റുമായി കഴിഞ്ഞ ഒരു 20 വർഷമായിട്ടെങ്കിലും രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ മുകൾ തട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അൺചലഞ്ച്ഡാണ്. ആരെങ്കിലുമൊക്കെ എതിർത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പുറത്തുപോയി. ഇപ്പോൾ എതിരാളികളില്ല, കൂടുതലും പുകഴ്ത്തുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവരെ കേൾക്കുക എന്നുള്ളതിനപ്പുറം കഴിവുള്ള ആൾക്കാർ നിലനിൽക്കുന്നില്ല. നമ്മൾ തന്നെ കണ്ടു, ഇന്നിപ്പോൾ മനീഷ് തിവാരിയുടെ നിലപാട്, അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തിട്ടില്ല. മുറുമുറുപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ശശി തരൂരിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ കഴിവുള്ള ആൾക്കാർ നിൽക്കുന്നില്ല, ആ നിലയ്ക്ക് എത്തിക്കഴിഞ്ഞു. എന്നാൽ നേതൃത്വത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളാകട്ടെ സന്ദർഭത്തിനനുസരിച്ച് ഉയരുന്നില്ല. ഇപ്പൊ സംഘടനാപരമായി കോൺഗ്രസ് ദേശീയ തലത്തിൽ വളരെ ദുർബലമാണ്. അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് മാത്രമല്ല, പാർട്ടിയുടെ വൈസ് പ്രസിഡന്റുമായി ദീർഘകാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഏറ്റവും ശോഭിക്കുന്ന നിലയിൽ BJPക്ക് ബദലായി നിൽക്കേണ്ട ഒരു സംഘടന, എത്രയോ വലിയ പാരമ്പര്യമുള്ള ഒരു പാർട്ടി സംഘടന, സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ സമര ജ്വാലയായി നിന്ന ഒരു സംഘടന, അത് കഴിഞ്ഞുണ്ടായ മാറ്റങ്ങൾ, പിന്നീട് നെഹ്റു യുഗത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ സമയത്തുണ്ടായ വലിയ പിളർപ്പിന് ശേഷം വ്യക്തിപൂജയിൽ അടിമപ്പെട്ടു പോയി അതിന്റെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് ഇന്ന് വന്ന് നിൽക്കുന്നു ഗ്രൂപ്പുകളും. ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ ഗ്രൂപ്പുകളൊന്നും ഇല്ല, അങ്ങനെ എതിർക്കാൻ വലിയ ഗ്രൂപ്പില്ല.
ഞാനിതിനെ സംഘടനാപരമായ ക്രൈസിസാണ്, പ്രതിസന്ധി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ മറ്റാരും അതുപോലെ ശോഭിക്കുന്നില്ല. മറ്റാർക്കും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് സ്ഥലത്തില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളാം എന്ന് ഏൽപ്പിച്ചിട്ട് സുതാര്യമായി ഞാൻ ഇത്ര നാളിവിടെ ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് വെക്കേഷൻ അനുവദിക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾക്കോ ഭരണകക്ഷിക്കോ ഒരിക്കലും വെക്കേഷൻ അനുവദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. മുഖ്യമന്ത്രി ക്ഷമിക്കണം, പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് അവധിയെടുത്തതായി നമ്മളാരും കണ്ടില്ല. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മറുവശത്തും പ്രതിപക്ഷം അതുപോലെ ചടുലമായി നിൽക്കണ്ടേ? അതനുസരിച്ചുള്ള സംഘടനാ പ്രാവീണ്യം കാണിക്കണ്ടേ? തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ ഭരണകക്ഷി മോശമാണെങ്കിൽ കിട്ടുന്ന ആന്റി ഇൻകംബൻസി വോട്ടുകൾ കൊണ്ട് ജയിക്കാമെന്ന് സങ്കല്പിച്ചെങ്കിൽ കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് ഗവൺമെന്റിന് പല പരാജയങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരും നിഷ്പക്ഷമായി നിൽക്കുന്ന പലരും മോദിയെ മാറ്റാനോ ഇല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള നേതൃത്വത്തിലുള്ള ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനെ മാറ്റാനോ ആലോചിക്കുന്നില്ല. കാരണം താരതമ്യം രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ അവർ നോക്കുന്നത് ഒരാളല്ലെങ്കിൽ മറുവശത്ത് വരാൻ സാധ്യത ആരാണ്. ആ സാധ്യതയെക്കുറിച്ച് പറയുമ്പോഴാണ് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവുന്നത്. ആ കൺഫ്യൂഷൻ നിലനിൽക്കുമ്പോൾ CPM-ലെ നേതാവായ ബ്രിട്ടാസ് തന്നെ ഇക്കാര്യം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഞാനിവിടെ അദ്ദേഹത്തെ കോട്ട് ചെയ്യുകയാണ്, രാഹുൽ ഗാന്ധി ആണ് നേതാവെങ്കിൽ കോൺഗ്രസിന് വലിയ ഭാവിയില്ല എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ ശരിയല്ലേ? നാട്ടുകാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശരിയല്ലേ? അദ്ദേഹം വ്യക്തിപരമായി നല്ല മനുഷ്യനായിരിക്കാം, പക്ഷെ രാജ്യത്തെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചടുലമായ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രാവീണ്യം കാണിക്കണം, അതിനുള്ള സ്കില്ല് കാണിക്കണം. അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ ഭാരത് ജോഡോ യാത്ര ഞാൻ കുറച്ച് കാണുന്നില്ല. അത് മാത്രമാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്തെങ്കിലും നമുക്ക് നന്നായി എഫക്റ്റീവായിട്ട് കോൺഗ്രസിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഒരു എബോവ് 50% മാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുണ്ടായി. ബാക്കി കാര്യങ്ങളൊന്നും അങ്ങനെ അല്ല സാഹചര്യം. ഇപ്പൊ BJPക്ക് ഉത്തർപ്രദേശിലുണ്ടായ തിരിച്ചടിയാണ് ഭൂരിപക്ഷം നഷ്ടപ്പെടാൻ കാരണമാക്കിയത്. പക്ഷേ BJP ശക്തമായി അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം മറ്റ് പ്രതിപക്ഷ കക്ഷികളെ എങ്ങനെ ആകർഷിപ്പിക്കാം, അവിടെ നടന്ന ചർച്ചയെ ഞാൻ ആവർത്തിക്കുന്നില്ല. 320 കണക്ക് മഞ്ജുഷ പറയുകയും ചെയ്തു. മാത്രമല്ല വന്നിരിക്കുന്നവരുടെ 2/3 ഭൂരിപക്ഷം എന്നുള്ള നിലയിലൊക്കെ പലതും സാധിച്ചെടുക്കാൻ പറ്റും ഗവൺമെന്റിന്. വാസ്തവത്തിൽ ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം. അത് പാർലമെന്ററി ജനാധിപത്യം അങ്ങനെയാണ് അതിനെ സ്ട്രക്ചർ ഘടനാപരമായി കൊണ്ടുവന്നിരിക്കുന്നത്. ശരി ശരി ഡോക്ടർ ജി ഗോപകുമാർ, അത് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ ട്വിറ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജൂൺ 17 കോട്ടയിലെ ആ റാലി, മഹാറാലി ആയിരുന്നു. അതിനുശേഷം ഒരു റാലിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല, ഒരു സമ്മേളനത്തിലും പങ്കെടുത്തിട്ടില്ല. അന്ന് നീറ്റ് ക്രമക്കേടിനെ കുറിച്ച് വിശദമായിട്ട് അദ്ദേഹം ട്വിറ്ററിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും ഉണ്ടായിരുന്നു. പിന്നെ തുടർച്ചയായ ദിവസങ്ങളിൽ അദ്ദേഹം എക്സിൽ സജീവമാണ്. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെതായ പോസ്റ്റ് ഉണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു, പിറന്നാളായിരുന്നു ജൂൺ 19. അപ്പോൾ അതിന് പിറന്നാൾ ആശംസകൾ ഒരുപാട് പേർ അയച്ചിരുന്നു. അതെല്ലാം അദ്ദേഹം പലതിലും അദ്ദേഹം നന്ദി അറിയിച്ചിട്ടുമുണ്ട്. അതിനുശേഷം ഓരോ ദിവസവും ഇപ്പോൾ ഗാസയെക്കുറിച്ച്, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൈലൻസ്, നിശബ്ദതയെക്കുറിച്ച് സോണിയാഗാന്ധിയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അത് ഷെയർ ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി എക്സിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോ ദിവസവും പിന്നെ നീറ്റ് ക്രമക്കേടിന് പുറമെ മറ്റ് കാര്യങ്ങൾ, അയോധ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം മണിപ്പൂരിനെക്കുറിച്ച്, മണിപ്പൂരിലെ പ്രധാനമന്ത്രിയുടെ ഇടപെടലില്ലായ്മയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റ് ഇന്നലെയും വന്നിട്ടുണ്ട്. ഇന്നും അദ്ദേഹത്തിൻ്റെതായിട്ട് എക്സിൽ പോസ്റ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം എല്ലാ ദിവസവും അദ്ദേഹം സജീവമാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഒരു പ്രധാന ടൂളാണല്ലോ. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് സംവദിക്കാൻ പറ്റും ജനങ്ങളുമായിട്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ജെൻസിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പല ദിവസങ്ങളിലും വന്നിട്ടുള്ളത് എക്സിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എവിടെ നിന്നോ നടക്കുന്നുണ്ട്. അല്ല, അതിപ്പോൾ അദ്ദേഹം തന്നെ നടത്തുന്ന ഇടപെടലാണ് എന്ന് പറയാൻ പറ്റില്ല. സാങ്കേതികമായിട്ട് അത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കൂടിയാണ് വരുന്നതെങ്കിലും ഇത് മിക്കവാറും ഈ മാർഗരറ്റ് ആൽവയുടെ മകൻ നിവേദിത് ആൽവ ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കാം. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ അത് മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് വളരെ പരിതാപകരം. കാരണം അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ ഈ പ്രതിഷേധ ശബ്ദങ്ങളുടെ എല്ലാം മുൻനിരയിൽ നിന്ന് ഇതിനെ ശരിക്കും നരേന്ദ്രമോദിക്കെതിരെ ഒരു തിരിച്ചുവിട്ട് ഇവിടെ പൊതുജന വികാരം സർക്കാരിനെതിരെ തിരിക്കുക, അതാണല്ലോ ഇവിടെ ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ VD സതീശനും കൂട്ടരും എങ്ങനെയാണ് പിണറായി വിജയനെതിരെ ഈ പല വിധത്തിലുള്ള ഈ പല കമ്മ്യൂണിറ്റികളിലും അല്ലെങ്കിൽ പല ജനവിഭാഗങ്ങളിലും
ഉണ്ടായിരുന്ന അതൃപ്തിയെല്ലാം മുതലെടുത്തത്. അതുപോലെ പല വിഭാഗങ്ങളെ ഇണക്കി ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും ചെറിയ ജൻസിയെ ആകർഷിക്കാൻ, അതായത് ജൻസിയിലെ ഒരു വിഭാഗത്തെ ആകർഷിക്കാൻ ഇവിടെ ഈ കാറുകളുടെ മോഡിഫിക്കേഷൻ വരെ ഒരു ടൂളായിട്ട് ഇവിടെ കേരളത്തിൽ വി ഡി സതീശനും കൂട്ടരും ഉപയോഗിച്ചു. അതുപോലെയുള്ള കാര്യങ്ങൾ പോലും വളരെ സൂക്ഷ്മ തലങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ മുതലെടുക്കാം എന്ന് ഗവേഷണം നടത്തി ഇവിടെ കേരളത്തിൽ അധികാരം തിരിച്ചു പിടിക്കാൻ ഇവിടെ കേരളത്തിലെ നേതാക്കൾക്ക്, അതും കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് കഴിയുമെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ, അതിനേക്കാൾ എളുപ്പത്തിൽ രാജ്യവ്യാപകമായിട്ട് കോൺഗ്രസിന് ഇപ്പോഴും കേരളത്തിൽ മാത്രമല്ലല്ലോ, കേരളം പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും വേരുകളുണ്ട്, വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുന്നിൽ നിന്ന് നയിക്കാൻ അവർക്ക് ഒരു ക്യാപ്റ്റനില്ല, ഒരു നേതാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അത് പ്രശ്നം. ഇവിടെ കേരളത്തിൽ വി ഡി സതീശൻ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതുപോലെ കേന്ദ്രത്തിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ഇവിടെ കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു നേതൃതലത്തിലുണ്ട്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരാളില്ല. മുമ്പ് കോൺഗ്രസിന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു, അതിനുശേഷവും ഈ യുവനിരയുണ്ടായിരുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ മുതൽ സച്ചിൻ പൈലറ്റ്, ശശി തരൂർ ഒക്കെ ഒത്തിരി ഒരു വലിയ ഒരു ലീഡർഷിപ്പ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഒത്തിരി കണ്ടന്റേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സച്ചിൻ പൈലറ്റും ശശി തരൂറും ഒക്കെ സാങ്കേതികമായിട്ട് അവർ കോൺഗ്രസിൽ ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നും നേതൃത്വ നിരയിൽ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ റോളിലേക്ക് ഒരിക്കലും വരില്ല എന്നും സാധാരണ വോട്ടർമാർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധി എന്ന് ഈ നേതൃത്വ നിര രാഹുൽ ഗാന്ധിയിൽ തുടങ്ങുന്നു, രാഹുൽ ഗാന്ധിയിൽ അവസാനിക്കുന്നു എന്ന അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. കേരളത്തിൽ നമുക്ക് തന്നെ ഇവിടെ കേരളത്തിൽ ഉദാഹരണം തന്നെ എടുക്കാം. ഇവിടെ സതീശൻ മാത്രമല്ലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, വേണുഗോപാൽ ഉണ്ടായിരുന്നു, ചെന്നിത്തല ഉണ്ടായിരുന്നു, മറ്റ് പല നേതാക്കളും ഉണ്ടായിരുന്നു, കെ മുരളീധരൻ മുതൽ പല നേതാക്കൾ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിട്ട് ഔദ്യോഗികമോ അനൗദ്യോഗികമോ ആയിട്ട് പല രീതിയിൽ ഇവിടെ പല വിഭാഗങ്ങളിൽ പെട്ട ആൾക്കാർക്ക് അവരുടെ നേതാവ് എന്ന രീതിയിൽ കാണാൻ ഒത്തിരി നേതാക്കളുണ്ടായിരുന്നു കേന്ദ്രത്തിൽ. എന്നാൽ അതല്ല അവസ്ഥ. രാഹുൽ ഗാന്ധി ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എതിർപ്പുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷേ അവർക്ക് ചോയ്സ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആകുമ്പോൾ അത് പലരും എന്നാൽ പിന്നെ മോദി തന്നെയല്ലേ ബെറ്റർ എന്ന രീതിയിൽ പലരും കാണുന്നിടത്താണ് പ്രശ്നം. ആ ഒരു ഇമേജ് അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും അദ്ദേഹം അതിനൊട്ടും ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തന്നെ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അംബാനി, അദാനി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറേ പല്ലവികളുണ്ട്. ആ സ്ഥിരം പല്ലവികൾ തന്നെ ഉരുവിട്ടുകൊണ്ട് ഇപ്പോൾ ജൻസി വിഭാഗത്തെ മാത്രമല്ലോ, അദ്ദേഹത്തിന് ജൻസി വിഭാഗത്തെ ആകർഷിക്കണം, ചെറുപ്പക്കാരെ ആകർഷിക്കണം, പ്രായമുള്ള ആൾക്കാരെ ആകർഷിക്കണം. അല്ലാതെ കോൺഗ്രസിന് സ്വന്തം ഒരു കോൺഗ്രസ് കുടുംബങ്ങളുണ്ടല്ലോ, ഇന്ത്യയിലെ തന്നെ 10% ആൾക്കാർ കോൺഗ്രസിന് കുത്തകയായിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാതെ കോൺഗ്രസിനെ പുതിയ വോട്ടർമാരിലേക്ക് എത്തിക്കുക, അത് എല്ലാ വിഭാഗം വോട്ടർമാരിലേക്ക്, നഗരങ്ങളിലേക്ക് എത്തിക്കുക, നഗരങ്ങളെല്ലാം BJP പിടിച്ചെടുക്കുന്നു. അപ്പോൾ അതൊന്നും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ വർഷങ്ങൾ ആയിട്ട് കഴിയാതെ അദ്ദേഹം തന്നെ ഇപ്പോഴും ലീഡർഷിപ്പിലിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം പല സമയങ്ങളിൽ ഇതുപോലെ മുങ്ങുന്നു. പലപ്പോഴും ഈ പാർലമെന്റിലും പുറത്തും പബ്ലിക് പ്രൊട്ടസ്റ്റുകൾ നടത്തേണ്ട രാഹുൽ ഗാന്ധി അതൊന്നും ചെയ്യാതെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലാണെങ്കിലും അദ്ദേഹം വിദേശത്തേക്ക് മുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കളോട് മഞ്ജുഷ വിളിക്കുമ്പോൾ ഇവിടെ ഒരു ചർച്ചയ്ക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ ഒരു വീഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരാജയം തന്നെയാണ് BJP ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വന്നതുപോലെ കേന്ദ്രത്തിലും കോൺഗ്രസിന് വളരെ എളുപ്പത്തിൽ തിരിച്ചു വരാവുന്നതാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സിൽബന്ദികളും വേണുഗോപാലും എല്ലാവരും കൂടി കോൺഗ്രസിനെ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് തൽക്കാലം ഒന്നും അത് മാറാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ വിവിധ വിഷയങ്ങൾ ഉണ്ട് എന്ന് നമ്മളിവിടെ പറഞ്ഞുവല്ലോ. അതിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അത് എളുപ്പത്തിൽ കോൺഗ്രസിന് കേന്ദ്രത്തിനെതിരെ തിരിക്കാൻ പറ്റിയതാണ് പെട്രോൾ ഡീസൽ വില വർധനവ്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ സാഹചര്യം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇന്ധനത്തിൻ്റെ വില കുറയുന്നില്ല? ഈ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീ മോഹൻ വർഗീസ്? ഈ ജനങ്ങളെ ടച്ച് ചെയ്യുന്ന അടിസ്ഥാന വിഷയം അതാണല്ലോ വിലക്കയറ്റം. ഡീസൽ പെട്രോൾ വില വർധന എന്ന് പറയുന്നത് ഈ പെട്രോൾ ഒരു വീപ്പ ഇന്ധനത്തിന്, ക്രൂഡ് ഓയിലിന് $120 കൂടുതൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഇവിടെ വില കൂട്ടിയത്. ഇപ്പോൾ അത് കുറഞ്ഞ് $70 മാറി. ഇപ്പോൾ മന്ത്രി പറയുന്നത് എന്താണ്? 2 മാസമെങ്കിലും ഇതേ ലെവലിൽ $70 താഴെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ വില കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യൂ.
ഇത് ഗവൺമെൻറ് ആണോ പറയുന്നത്? ഇത് യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് ഒക്കെ അങ്ങ് പോയില്ലേ? ഇപ്പോൾ പുതിയ കമ്പനികളല്ലേ നിയമിക്കുന്നത്? അവിടെ കമ്പനികളെ ഒരു പരിധി അല്ലെങ്കിൽ മറ്റൊരു പരിധി വരെ ഗവൺമെൻറ് നിയന്ത്രിക്കാൻ കഴിയണം. ഇത് സാധിക്കുന്നില്ല എങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യേണ്ടത് ആരാണ്? ഇവിടുത്തെ പ്രതിപക്ഷമാണ്. ഇവിടെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും അതിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയും തന്നെയാണ് ഇന്ധന വില വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അത് മാത്രമല്ല വിഷയം, അയോധ്യ വിഷയം നമ്മൾ സംസാരിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി വലിയ ഒരു വിവാദത്തിൻ്റെ ചുഴിയിൽപ്പെട്ട് നിൽക്കുകയാണ്. അത് വലിയ വിഷയമല്ലേ? അതുപോലെ ജൻസി വിഷയങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ സജീവമായി നിൽക്കെ എന്തുകൊണ്ടാണ് പ്രതികരണമില്ലാത്തത്? അത് മാത്രമല്ല, ഇവിടെ ഒരു വലിയ ബുദ്ധിമുട്ട് പ്രതിപക്ഷം അനുഭവിക്കുന്നത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുമാണ്. പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്ഥാനം എവിടെയെന്ന് ചോദ്യം വരികയാണ്. വിവിധ പ്രാദേശിക പ്രതിപക്ഷ കക്ഷികളെ അറിഞ്ഞും അറിയാതെ പിളർത്തി മാറ്റി ഒന്നുമല്ലാതാക്കണം. നിന്ന നിൽപ്പിന് തൃണമൂൽ ആവിയായി പോയില്ലേ? ഈ ശരത് പവാറിൻ്റെ NCPയുടെ ഭാവി എന്താണ്? ഉദ്ധവ് താക്കറയുടെ NCPക്ക് എത്രത്തോളം മഹാരാഷ്ട്രയിൽ മുന്നോട്ട് പോകാനാവും? ഇങ്ങനെ ആടി നിൽക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും. നേരത്തെ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസിൽ നിന്നും പല സമയങ്ങളിലായി വിട്ടുപോയ ഇപ്പോഴത്തെ സംസ്ഥാന തലത്തിൽ വേരുകളുള്ള പ്രാദേശിക കക്ഷികളുണ്ട്. ജഗൻമോഹൻ റെഡ്ഡി നയിക്കുന്ന YSR കോൺഗ്രസ് ഉണ്ട്. അതുപോലെ തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്. NCP തന്നെ, ശരത് പവാർ തന്നെ 90കളുടെ അവസാനം കോൺഗ്രസ് വിട്ടുപോയി NCP രൂപീകരിച്ചതല്ലേ? എത്രയോ കക്ഷികളാണ്. ഇവരുടെ എല്ലാം അസ്തിത്വം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ ഇവർക്കെല്ലാം മാതൃസംഘടനയായ കോൺഗ്രസിൽ ചേരാം. കോൺഗ്രസിൻ്റെ 100 അംഗങ്ങളെ പിളർത്താൻ ഇവിടെ ശരിയാണ്, പൂർണ്ണമായി ശരിയാണ്. 100 അംഗങ്ങളെ പിളർത്തി 3-2 നമ്പേഴ്സ് 66 പേരെ പിളർത്തി ഒരു യൂണിറ്റ് ആക്കി BJP കൊണ്ടുപോകാനാവില്ല. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ, കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഈ വിഭാഗങ്ങൾക്ക് രക്ഷയുള്ളൂ. ഇതൊരു വ്യാപകമായ ചിന്തയാണ്. ആ ചിന്ത ഘനീഭവിച്ച് നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി നോട്ട് അവൈലബിൾ. ആരാണ് ഈ ചിന്തകൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്? രാഹുൽ ഗാന്ധി മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ തലപ്പത്ത് വലിയ പ്രതീക്ഷയായി, ഷാഡോ ക്യാബിനറ്റിൻ്റെ പ്രധാനമന്ത്രിയായി, മാൻ ഇൻ വെയിറ്റിംഗ് ആയി മുന്നിൽ നിൽക്കുമ്പോൾ ഇവർക്കൊക്കെ ആവേശമുണ്ടാകണം. ഇതൊന്നുമില്ലാതെ അങ്ങ് മാറുകയാണ്. നിർണായക സമയത്ത് പടനായകൻ മാറി നിന്നാൽ എങ്ങനെ അനുകൂല സാഹചര്യം ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ആ പ്രതികരണം നടത്തിയത്. രാഹുലിനെ കാണാനില്ല എന്നുള്ള പോസ്റ്ററുകൾ ഡൽഹിയിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം. അതിൽ ഒരു തെറ്റ് കാണേണ്ടതില്ല രാഹുൽ ഗാന്ധി മാറി നിൽക്കുന്നതിൽ എന്നാണ് MA ബേബി പറഞ്ഞത്. അദ്ദേഹം ഇടയ്ക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ട്. അതിലെന്തിനാണ് തെറ്റ് കാണുന്നത്? അദ്ദേഹം പ്രധാനമന്ത്രിയെ കൂടി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്, പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തെ കൂടി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്, MA ബേബി പറഞ്ഞത്. ശ്രീ മോഹൻ വർഗീസ്, ഇതുപോലെയാണോ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം മുൻകൂട്ടി അനൗൺസ് ചെയ്യുന്നതാണ്? അതിൻ്റെ ഐറ്റിനറി തീരുമാനിക്കപ്പെടുന്നതാണ് മാസങ്ങൾക്ക് മുൻപ് തന്നെ. ഏതെല്ലാം ദിവസം പ്രധാനമന്ത്രി ഏതെല്ലാം സ്ഥലത്തുണ്ട്, അവിടുത്തെ ഇന്ത്യൻ വംശജരുമായി ആദ്യം സംസാരിക്കുന്നു, പിന്നെ ആ രാജ്യത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ തലപ്പത്തുള്ളവരുമായി സംസാരിക്കുന്നു, പ്രസ് മീറ്റ് ഉണ്ടാവും, അവിടെ എല്ലാം ബ്രീഫിംഗ് ഉണ്ടാകും. നിഗൂഢത ഒന്നും തന്നെയില്ല. അതേസമയം പ്രതിപക്ഷ നേതാവ് സ്വകാര്യ സന്ദർശനങ്ങളാണ്. ഇതൊന്നും തന്നെ സ്റ്റേറ്റ് വിസിറ്റ് അല്ല, ഔപചാരികമായ വിസിറ്റ് അല്ല, ഒരു തരം അൺവൈൻഡിങ് ആണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനം ചെയ്യുന്നയാൾ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഭാരത് ജോഡോ യാത്രയിൽ ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏത് രാഷ്ട്രീയ നേതാവിനെ കന്യാകുമാരി മുതൽ അങ്ങ് ശ്രീനഗർ വരെ കാൽനടയായി സഞ്ചരിക്കാൻ കഴിയും? അതിനുള്ള സ്റ്റാമിന ഉണ്ടാകണം, അതിനുള്ള മനക്കട്ടി ഉണ്ടാകണം, അതിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകണം, സന്നദ്ധത ഉണ്ടാകണം. രാഹുൽ ഗാന്ധിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ചില യോഗ്യതകളാണതൊക്കെ. അപ്പോൾ അത്രയും കഠിനാധ്വാനം ചെയ്യാൻ, അത്രയധികം ഉറക്കളച്ച് ഇരിക്കാൻ, നടക്കാൻ, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ബ്രേക്ക് എടുക്കുന്നു. അത് അപ്രതീക്ഷിതമായി ഒരു ബ്രേക്ക് എടുക്കുന്നു. ഒരു ബ്രേക്ക് എടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ആ സമയത്ത് ഒരു മുൻകൂട്ടി പറയാൻ കഴിയണം, താൻ 2 ദിവസത്തേക്ക് ഇന്ന രാജ്യത്തേക്ക് സന്ദർശനത്തിന് പോവുകയാണ്, നിഗൂഢതകളുടെ പുകമറ മാറ്റി താൻ ഇന്ന പർപ്പസിന് പോവുകയാണ് എന്ന് പറയാൻ കഴിയുന്നിടത്താണ് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കാൻ കഴിയുന്നത്. ഇത് കോൺഗ്രസിൻ്റെ മാത്രം നേതാവാകാനേ, അല്ലെങ്കിൽ ഒരു ഡൈനാസ്റ്റിയെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് മൈൻഡുള്ള ആളുകളുടെ നേതാവാകാൻ മാത്രമേ രാഹുൽ ഗാന്ധി കഴിയുന്നുള്ളൂ. ഇന്ത്യയുടെ പാർലമെൻറ്റ് പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസിൻ്റെ മാത്രം പ്രതിപക്ഷ നേതാവല്ല രാഹുൽ ഗാന്ധി എന്ന് ഓർക്കണം. ഘടകകക്ഷികളും വളരെ പ്രതീക്ഷയോടുകൂടി ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദിക്ക് ഓൾട്ടർനേറ്റീവായി ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഒരു മുഖം കാട്ടണമെങ്കിൽ ഇന്നത്തെ നിലയിൽ അത് രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരുമല്ല. സ്വാഭാവിക ചോയ്സാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ കക്ഷിയുടെ, പ്രതിപക്ഷത്തെ കക്ഷിയുടെ നേതാവ് തന്നെയാണ്. ആ ഒരു സ്ഥാനം. അപ്പോൾ ആനയ്ക്ക് ആനയുടെ ബലം അറിയില്ല എന്ന് പറഞ്ഞു. ഇത് ബലം അറിയണ്ടേ? ആനയുടെ ബലം അറിയുമ്പോൾ ആനയാവും. ഇപ്പോൾ രാഹുൽ ഗാന്ധി
ബലം അറിയില്ല, അദ്ദേഹത്തിൻ്റെ വലിപ്പം അറിയില്ല, അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ വലിപ്പം അറിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വിഖ്യാതമായ കക്ഷിയുടെ ഈ ഗ്രാൻഡ് ഹോൾ പാർട്ടി ഓഫ് ഇന്ത്യ അതിൻ്റെ തലപ്പത്താണ് ഇപ്പം ഇരുന്നത്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു. ഗാന്ധിയും നെഹ്റുവും ഒക്കെ ഇരുന്ന കസേരയിൽ തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഒരിക്കൽ ഇരുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവുമാണ്. തീരെ ചെറിയ പദവിയല്ലല്ലോ. ആ പദവിയുടെ മഹത്വം കാണാതെ ആ പദവി ഡിമാൻഡ് ചെയ്യുന്ന ചില ട്രാൻസ്പെറൻസി, ചില ആർജവം, ചില കമ്മിറ്റ്മെൻറ്റ്, അതിൻ്റെ പ്രാധാന്യം അറിയാതെ തൻ്റെ സ്വന്തം താല്പര്യപ്രകാരം അൺവൈൻഡിങ് എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഇത്രയും കഠിനാധ്വാനം ചെയ്തു, ഇനി ഞാനൊരു ബ്രേക്ക് എടുക്കട്ടെ, അപ്പോൾ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് മുങ്ങുന്ന പണി ആരോഗ്യപരമല്ല എന്ന് ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുന്നു. ശരി, ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, ഇതിലിപ്പോൾ ഇത്രയും വിഷയങ്ങൾ രാജ്യത്ത് നിൽക്കുമ്പോൾ, രാജ്യത്ത് വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുവാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ ഇത് രാഹുൽ ഗാന്ധി ഇല്ല എന്ന് വെച്ച് അത് പ്രയോജനപ്പെടുത്തുവാൻ എന്തുകൊണ്ട് മറ്റ് കക്ഷികൾക്ക് സാധിക്കുന്നില്ല? ഓരോ സംസ്ഥാനത്തും ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാവുന്നതാണല്ലോ. ഇപ്പോൾ കോക്രോച്ച് പാർട്ടിയുടെ ആളുകൾ ജന്തർ മന്ദറിൽ ഇരുന്ന് ഈ വിഷയം ദേശീയ തലത്തിൽ, നീറ്റ് വിഷയമാണെങ്കിൽ നീറ്റ് വിഷയം അത് ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് എന്തുകൊണ്ട് മറ്റ് കക്ഷികൾക്ക്, ഇന്ത്യ സഖ്യമെന്ന് ഇപ്പോഴും പറയാമല്ലോ, കാരണം രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം വിളിച്ചിരുന്നു. അത് ഓരോ പാർലമെൻറ്റ് സമ്മേളനത്തിലും ഓരോ ദിവസവും പാർലമെൻറ്റ് സമ്മേളനം കൂടുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട നേതാക്കൾ ചർച്ച ചെയ്ത് എന്ത് തീരുമാനം പാർലമെൻറ്റിൽ എടുക്കണം, എന്ത് തന്ത്രം പ്രയോഗിക്കണമെന്ന് ഒന്നിച്ച് തീരുമാനമെടുക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് ചർച്ച ചെയ്ത് അത് തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തതാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ അത് പ്രായോഗിക തലത്തിൽ എത്തിയോ എന്ന് അറിയില്ല. ഒറ്റക്കെട്ടായിട്ട് വിഷയങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞോ എന്നതിൽ സംശയമുണ്ട്. എങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു യോഗം വിളിച്ചു കൂട്ടാൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്കും ഉത്തരവാദിത്തം ഉണ്ടല്ലോ. നിശ്ചയമായിട്ടുമുണ്ട്. ഇവിടെ വിഷയദാരിദ്ര്യത്തിന്റെ കുറവല്ല, വിഷയദാരിദ്ര്യമല്ല പ്രശ്നം. വിഷയങ്ങളൊക്കെ ആവശ്യം പോലെ ഉണ്ട്. പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരങ്ങളും ഉണ്ട്. അത് വേണ്ട രീതിയിൽ ചെയ്യാൻ മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് കഴിയാത്തത് തന്നെയാണ് വീണ്ടും നമ്മൾ ഈ ചർച്ചയിലേക്ക് മുന്നോട്ട് പോകുന്നത്. മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ കാര്യം ചോദിച്ചല്ലോ. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ദേശീയ കക്ഷികളുടെയും പ്രാദേശിക കക്ഷികളുടെയും സംസ്ഥാന കക്ഷികളുടെയും ഘടനാപരമായ നിലപാടും സാഹചര്യവും ഒന്ന് നോക്കുക. നമ്മളൊരു സങ്കീർണമായ ഒരു ഫെഡറൽ രാജ്യമാണ്. വാസ്തവത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികൾ കഴിഞ്ഞാൽ, BJPയും കോൺഗ്രസും കഴിഞ്ഞാൽ, അവശേഷിക്കുന്ന 4 ദേശീയ പാർട്ടികളുടെ പേര് പറഞ്ഞാൽ പോലും നമ്മൾ ഞെട്ടും. അതിലൊന്ന് ആം ആദ്മി പാർട്ടിയാണ്, മറ്റൊന്ന് മിസോറാമിലും നാഗാലാൻഡിലും മാത്രമുള്ള ഒരു 2-3 ചെറിയ സംസ്ഥാനങ്ങളിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ്, നാഗ പാർട്ടിയാണ്. മറ്റൊന്ന് ആം ആദ്മി പാർട്ടിയാണ്, പിന്നെ CPM ആണ്. ഇവരൊക്കെ ദേശീയപരമായിട്ട് അവരുടെ ശക്തി ഇല്ല എന്ന് വീണ്ടും തെളിയിച്ച് അത് കൂടുതൽ ദുർബലമായി നിൽക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ ചില പാർട്ടികളുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുത നിൽക്കുമ്പോഴും DMK തമിഴ്നാട്ടിൽ തകർന്നു, TMC പശ്ചിമ ബംഗാളിൽ തകർന്നു. മഹാരാഷ്ട്രയിൽ ശരത് പവാറിന്റെ പാർട്ടിക്കും നാഷണൽ കോൺഗ്രസ് പാർട്ടിക്കും മേൽവിലാസമില്ല. അപ്പൊ മനുഷ്യ ചോദിച്ചതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഫെഡറൽ സിസ്റ്റത്തിനകത്ത് ഒന്നുകിൽ നാഷണൽ ലെവലിൽ അൾട്ടർനേറ്റീവ് പാർട്ടി അതുപോലെ സജ്ജമായ വേരോട്ടം ഉണ്ടാക്കുകയും അതിന്റെ ബ്ലഡ് ലൈൻസ് എല്ലാ മേഖലയിലും എത്തിക്കുന്ന രീതിയിൽ, പഴയ കാലത്ത് കോൺഗ്രസിന് എല്ലാ ഗ്രാമങ്ങളിലും കമ്മിറ്റികളുണ്ടായിരുന്നു, നേതൃത്വം ഉണ്ടായിരുന്നു, ഭാരവാഹികളുണ്ടായിരുന്നു, പ്രവർത്തകരുണ്ടായിരുന്നു, ഓഫീസ് ഉണ്ടായിരുന്നു, സംഘടനാപരമായി അതുണ്ടായിരുന്നു. ഇന്ന് അത് ദുർബലപ്പെട്ട് 5 സംസ്ഥാനങ്ങളിൽ കഷ്ടിച്ച്, അത് വലിയ സംസ്ഥാനങ്ങളിലും ഇല്ല, ജയിച്ചു ഭരിക്കുമ്പോൾ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക് എല്ലാം കൂടി 8 സംസ്ഥാനങ്ങളിലെ ഭരണമുള്ളൂ. അപ്പോൾ ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഇവർക്ക് എങ്ങനെ ശക്തിപ്പെടാൻ കഴിയും എന്നുള്ളൊരു പ്രശ്നം നിൽക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ കൂടി നമ്മളിവിടെ പരിഗണിച്ചാൽ അവർ ദേശീയ തലത്തിൽ പ്രസക്തമാകുന്നില്ല മഞ്ജുഷ്. അതാണ് സത്യം. ഞാനതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റ എടുത്തുകൊണ്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. നാഷണൽ പാർട്ടീസ് ആയിട്ട് 6 എണ്ണത്തിനെ പരിഗണിച്ചതിൽ 2 എണ്ണത്തിനെ വാലിഡിറ്റി ഉള്ളൂ. ബാക്കി 4 എണ്ണവും നാമമാത്രമായ ദേശീയ പാർട്ടികളാണ്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നത് അവർ തന്നെ സ്വയം ദുർബലപ്പെട്ട് താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ വിജയ് വന്നെങ്കിലും തമിഴ്നാട്ടില് എത്ര നാൾ വിജയ് ഒരു ശക്തമായ DMKക്ക് അൾട്ടർനേറ്റ് ആയിട്ട് വരുമെന്ന് നമുക്കറിയില്ല. DMK നീണ്ട കാലം ഉണ്ടായിരുന്നു. സ്ട്രക്ചറലി നോക്കിക്കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ DMK വളരെ ശക്തമാണ്. പക്ഷെ ഇപ്പോൾ അവര് പരാജയപ്പെട്ടു സമ്പൂർണ്ണമായിട്ട്. തമിഴ്നാട്ടിൽ വിജയ് ആകട്ടെ സ്വന്തം ഭരണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പാർട്ടി എത്ര വളരുന്നുള്ളതിനേക്കാൾ ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നായിരിക്കും നോക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ അൾട്ടർനേറ്റീവ് പാർട്ടി സിസ്റ്റം ഇല്ല. എന്റെ സുഹൃത്ത്
കർണാടകയിലുള്ള വളരെ പ്രശസ്തനായ ഡോക്ടർ സന്ദീപ് ശാസ്ത്രിയുടെ ഒരു ലേഖനം ഈയിടയ്ക്ക് വന്നു. അത് നല്ലൊരു ജേർണലാണ് വന്നത്. അതിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇന്ത്യ വീണ്ടും വൺ പാർട്ടി ഡോമിനൻസിലേക്ക് പോകുന്നുണ്ടോ? ആർ വി ഗോയിങ് ബാക്ക് ടു വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു കാലത്ത് വൺ പാർട്ടി ഡോമിനന്റ് ആയിരുന്നത് പോലെ അതേ സാഹചര്യത്തിലേക്ക് BJP എത്തുകയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സങ്കീർണത ഇല്ലാഞ്ഞിട്ടല്ല, വെല്ലുവിളികൾ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ BJPയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അതിനകത്ത് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടറും അതിനെ ശക്തിപ്പെടുത്താനുള്ള RSSന്റെ കഴിവും നമ്മൾ പരിഗണിക്കണം. അതോടൊപ്പം BJPക്ക് അൾട്ടർനേറ്റീവ് ആയിട്ട് നല്ല ലീഡേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് കേരളത്തിൽ ഇരുന്നു കൊണ്ടൊക്കെ വളരെ പറയാം, യോഗി ദുർബലമാണ്, ഇല്ലെങ്കിൽ യോഗിക്കെതിരെ ഗ്രൂപ്പിസം അവിടെ വരുന്നു, ഉത്തർപ്രദേശിൽ അങ്ങനെ സംഭവിക്കും. ഇതൊക്കെ ആശയപരമായിട്ട് തകർക്കാൻ പറ്റുന്ന ഒരു ഫോഴ്സ് അല്ല BJP എന്നുള്ളത് നമ്മൾ ഓർക്കണം. അത് മാത്രമല്ല, മോദിക്ക് ശേഷം ഒരു 45ഓളം നേതാക്കന്മാരുടെ സക്സഷൻ ലിസ്റ്റ് വരെ അവർ തയ്യാറാക്കി കഴിഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു സങ്കല്പമുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് ശേഷം ആര് എന്നൊരു സങ്കല്പമുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതേപോലെ ബ്ലഡ് ലൈൻസിൽ കൂടി, കുടുംബവാഴ്ചയിൽ കൂടി നേതൃത്വം വരുന്ന പാർട്ടികൾ അവരുടെ അടുത്ത ആൾക്കാർക്ക് ഭരണം കൊടുക്കുന്ന അല്ലാതെ, ഇപ്പോൾ കരുണാനിധി സ്റ്റാലിനിലേക്ക് വന്നതുപോലെ, നമ്മുടെ നാട്ടിലെ KM മാണിയിൽ നിന്ന് ജോസ് കെ മാണിയിലേക്ക് വന്നതുപോലെ ഇത്തരം മാത്രമായ കുടുംബ സ്വാധീനമുള്ള പാർട്ടികളായി അവശേഷിച്ചു പോകുമ്പോൾ ഒരു ശക്തമായ ഒരു നേതൃനിര സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ആ നിലയ്ക്ക് നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്ത് പരാജയമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഭരണകക്ഷിക്കുള്ള ശക്തിയും അവരുടെ സ്വാധീനവും അതോടൊപ്പം അവരുടേതായ ഓർഗനൈസേഷൻ കപ്പാസിറ്റിയും ഐഡിയോളജിക്കൽ സ്ട്രെങ്തും ഇതിനോട് മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംസ്ഥാന തലത്തിൽ പോലും കഴിയുന്നില്ല. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് പശ്ചിമ ബംഗാളിലെ വിജയം തന്നെയാണ്. മറ്റ് ഇപ്പൊ കേരളം ഒരുപക്ഷെ ഒരിക്കലും BJPയുടെ ഭരണത്തിൽ വരില്ലായിരിക്കാം. പക്ഷെ BJP പ്രതിപക്ഷം നേതാവായി പ്രതിപക്ഷ കക്ഷിയായി കേരളത്തിൽ പോലും ഒരു കാലത്ത് വന്നാൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ചുരുക്കത്തിൽ അവർക്ക് പൊളിറ്റിക്സ് കളിക്കാൻ നന്നായിട്ട് അറിയാം. അതിനുള്ള മാൻ പവർ ഉണ്ട്, ഐഡിയോളജി ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, മെഷീനറി ഉണ്ട്, ഗോൾസ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കോൺഗ്രസ് കഴിഞ്ഞാൽ മറ്റേത് പ്രതിപക്ഷ പാർട്ടി. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഏറ്റവും ഒടുവിൽ ഈ അയോധ്യ വിഷയത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് KC വേണുഗോപാലാണ്. താങ്കൾ അത് ശ്രദ്ധിച്ചിരുന്നുവല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിനൊക്കെ റേഞ്ച് ഇല്ല, അതിന് എത്ര ലിമിറ്റ് ഉണ്ടാകുന്നുള്ളതാണ്. ഇപ്പൊ വേണുഗോപാൽ വിചാരിച്ചത് രാജ്യം ഒട്ടൊക്കെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് എത്താൻ കഴിയുമോ? രാഹുൽ ഗാന്ധി എത്രയോ നാളെ. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, താങ്കൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ അല്ലേ? ശ്രീ ആനന്ദ് കൊച്ചുകൂടി, തീർച്ചയായിട്ടും. ആനന്ദ്, അല്ല, KC വേണുഗോപാൽ കത്ത് കൊടുത്താലും ഇവിടെ അജയ് റായ് അവിടെ പോയി കരുതൽ തടങ്കലിൽ കഴിഞ്ഞ് അവിടെ അയോധ്യയിൽ എത്തിയാലും ഒന്നും ഈ പറയുന്നത് പോലെ അതിന് ഈ ഒരു ട്രാക്ഷൻ കിട്ടില്ലല്ലോ. ഈ ട്രാക്ഷൻ വേണമെങ്കിൽ അതിന് കുറച്ചുകൂടി വലിയ ഒരു സ്കെയിലിൽ കാര്യങ്ങൾ നടത്തണം. പിന്നെ ഇവിടെ ഈ BJPയുടെ കാര്യം പറയുമ്പോൾ BJPക്ക് ആശയ അടിത്തറയുണ്ട്. അവർക്ക് ഇനിയിപ്പോൾ മോദി കഴിഞ്ഞാൽ യോഗി, അല്ലെങ്കിൽ യോഗി കഴിഞ്ഞാൽ ദേവേന്ദ്ര ഫഡ്നാവിസ്, പിന്നെ അതുപോലെ മറ്റ് പലരും എന്നൊക്കെ പറയുമ്പോൾ BJPയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അവർക്ക് ഈ സാമം ദാമം ദണ്ഡം എന്നൊക്കെ പറയുന്ന ഏത് വിധേനയും അവർക്ക് അധികാരത്തിൽ അവർ തുടരുക, അല്ലെങ്കിൽ ഏത് വിധേനയും അധികാരം പിടിച്ചെടുക്കുക, എത്ര മ്ലേച്ഛമായ രീതിയിലും പണം ഉപയോഗിച്ച് പാർട്ടികളെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക, ഇങ്ങനെ ആൾക്കാരെ വിലയ്ക്ക് വാങ്ങുക, ഇത് ചെയ്യാൻ ഉള്ള ഒരു കപ്പാസിറ്റി, ഒരു മോറൽ കപ്പാസിറ്റി ഒരു പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അത് BJPക്കേ ഉള്ളൂ. ഇത് ഇന്ത്യ ഇപ്പോൾ 75 വർഷത്തിൽ കൂടുതലായി സ്വതന്ത്രമായിട്ട്, പക്ഷേ ഈ മുഗളന്മാരുടെ കാലത്ത് പോലും ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? എല്ലാം സാമാന്യവൽക്കരിക്കാം. BJPയുടെ വലിയ ഒരു കളിയായിട്ട്, തന്ത്രമായിട്ട്, ചാണക്യനീതിയായിട്ടൊക്കെ നമുക്ക് പറയാം. പക്ഷേ അതിനെ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ തടയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ മോശം രീതിയിൽ അവർക്ക് ഒട്ടും അവരുടെ ഈ മോദിയുമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ മഹത്വവൽക്കരിക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. സന്ദീപ് ശാസ്ത്രി ഈ എഴുതിയ വൺ പാർട്ടി റൂൾ അത് BJPക്ക് എന്തായാലും ആ തരത്തിൽ ഈ ഭരണഘടന ഭേദഗതി ചെയ്യാതെ എന്തായാലും ആ തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അതായത് ഈ 1971 സെൻസസ് പ്രകാരമുള്ള ഇപ്പോഴത്തെ പാർലമെൻറ്റിൽ നരേന്ദ്രമോദിക്ക് ശേഷം ദേവേന്ദ്ര ഫഡ്നവിസ് വന്നാലും യോഗി ആദിത്യനാഥ് വന്നാലും അല്ലെങ്കിൽ ഇനി മറ്റാരെങ്കിലും വന്നാലും ഈ എളുപ്പത്തിൽ BJPക്ക് അങ്ങനെ കാലാകാലങ്ങൾ ഭരണത്തിൽ തുടരാം. അതും ഈ പണം ഉപയോഗിച്ച് 10 കോടി 50 കോടിയൊക്കെ MLA മാർക്കും MP മാർക്കും വിലയിട്ടുകൊണ്ട്
തുടരാമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നാൽ അത് നടക്കുകയും ചെയ്യും. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനാണ് അത് ഏതെങ്കിലും തരത്തിൽ അത് തടയാൻ പറ്റുന്നത്. പക്ഷേ മഞ്ജുഷിൻ്റെ ടൈറ്റിൽ ചോദിക്കുന്നു രാഹുൽ ഗാന്ധി എവിടെ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിലെ ജനങ്ങൾ ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധി എവിടെ, അതിനൊരു ഉത്തരവുമില്ല. ശരി, നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡോക്ടർ സന്ദീപ് ശാസ്ത്രിയുടെ ലേഖനത്തെ തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹം വൺ പാർട്ടി റൂൾ എന്നല്ല പറഞ്ഞത്, വൺ പാർട്ടി ഡോമിനന്റ് സിസ്റ്റം. പഴയ കാലത്ത് കോൺഗ്രസ് രാജ്യമൊട്ടുക്ക് ഇലക്ഷനിൽ കൂടി ജയിച്ചു വന്ന പശ്ചാത്തലത്തിൽ അന്ന് മാനിപ്പുലേറ്റ് ചെയ്ത പൊളിറ്റിക്സ് പോലത്തെ ഒരു പൊളിറ്റിക്സ് ഇപ്പോൾ BJP കളിക്കുന്നു എന്നാണ് പറഞ്ഞത്. വൺ പാർട്ടി സ്റ്റേറ്റ് എന്നല്ല, വൺ പാർട്ടി റൂൾ എന്നല്ല, വൺ പാർട്ടി ഡോമിനൻസ്, ആധിപത്യം, ഒരു പാർട്ടി, ഒറ്റ പാർട്ടിയുടെ ആധിപത്യമെന്ന്. ശരി, നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കേന്ദ്രത്തിനെതിരായ പ്രതിഷേധങ്ങൾ ഏറ്റെടുക്കുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയമോ? അതെ എന്ന് 61% പ്രേക്ഷകർ, അല്ല എന്ന് 36%. വേണ്ടിപ്പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.